കൂട്ടുകാരി, അങ്ങനെ നമ്മുടെ കല്യാണം മുടങ്ങുന്നു. അതെ, നമ്മുടെ ശ്രുതിയുടെയും കല്യാണം ഇനി നടത്താൻ ചന്ദ്രയില്ല. കല്യാണത്തിന് എതിരായി നമ്മുടെ ചന്ദ്ര. കഥ വൻപം വഴിത്തിരിവിലേക്കാണ് കേട്ടോ. നമ്മുടെ ചെമ്പനീർ പൂവ് ഭയങ്കര പൊക്കായിരുന്നല്ലോ നമ്മുടെ ചന്ദ്ര, നമ്മുടെ ശ്രുതിയെ. എൻ്റെ മരുമകൾ അങ്ങനെയാണ്, മരുമകളുടെ അച്ഛൻ മലേഷ്യയിലാണ്, പൈസ ഇങ്ങനെ ഞാൻ ഒഴുക്കും അവിടെ നിന്ന്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഭയങ്കര വീരവാദവും പൊക്കലൊക്കെ ആയിരുന്നു. ഇപ്പം ദാ കിടക്കണം ചട്ടിയെങ്കിലും വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതി. എല്ലാം തൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്നും തനിക്കൊരു കുട്ടിയുണ്ടെന്നുള്ളൊരു കാര്യം എല്ലാവരോടും കൂടി അങ്ങോട്ട് തുറന്നടിക്കുകയാണ്. എന്തായാലും ശ്രുതി ചെയ്തത് നന്നായല്ലേ, കല്യാണത്തിന് മുമ്പെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു ബോധം ഉണ്ടായല്ലോ. അപ്പോൾ നമ്മുടെ അച്ഛമ്മയും നമ്മുടെ ചന്ദ്രയും എന്താ പറയുക, നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ വഴക്ക് പറയുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ശ്രുതി ആ ഒരു മരങ്ങോടൻ, എനിക്ക് ശ്രുതിയെ തന്നെ മതിയേ എന്നും പറഞ്ഞ് ഇനി കരഞ്ഞ് ശ്രുതിയെ തന്നെ കെട്ടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞെട്ടി നിൽക്കുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അച്ചമ്മ നല്ലോണം നമ്മുടെ ശ്രുതിയെ വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്ര ഇനി എന്ത് പറഞ്ഞ് അഹങ്കരിക്കും അല്ലേ പ്രേക്ഷകരെ? ഒന്ന് കെട്ടുകയും ചെയ്തൊരു കൊച്ചുമുള്ളൊരു പെണ്ണിനെ തന്നെയാണ് നമ്മുടെ ശ്രുതി കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തായാലും ആ ഒരു നാണക്കേട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇനി എല്ലാ കാലത്തും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.